ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ ഒരു വീഡിയോ ഒരു ക്വിക്ക് വീഡിയോ ആണ്. എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ ജസ്റ്റ് തിരുത്ത് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ, ഈ നമ്മുടെ ടീച്ചർ വേക്കൻസിയുമായിട്ട് ഇടുന്ന വീഡിയോസ് അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരുവിധപ്പെട്ട എല്ലാ സംശയങ്ങളും അതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങളത് സ്പീഡിന് ഓടിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കാണുകയോ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തത്, ആ സംശയം ക്ലിയർ ആകാത്തത്. ഓക്കെ, നിങ്ങൾക്ക് ആ കോള് വിളിക്കേണ്ടിയൊക്കെ വരുന്നത്. ഓക്കെ, കോള് വിളിച്ചു കഴിഞ്ഞാൽ പരമാവധി കോളെല്ലാം അറ്റൻഡ് ചെയ്യും. ഓക്കെ, തിരക്കായി പോകണമെങ്കിൽ മാത്രമാണ് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്, അല്ലാത്തവരെ തിരിച്ച് വിളിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. RRB ടീച്ചറിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ തേഴ്സ്ഡേ വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. അതിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 50% ഓഫർ പ്രകാരം ഉള്ളി 599 രൂപ മാത്രമേ ഉള്ളൂ. പ്രൊഫഷണൽ എബിലിറ്റി ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ മാക്സിമം കൈകാര്യം ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത് HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, LPUP, ഓക്കെ, LPUP ലോങ് ടേം. ഓക്കെ, ഇതാണ് നിലവിൽ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള കോഴ്സുകൾ. ഓക്കെ, LPUPക്ക് നമ്മൾ ഫ്രീ കോഴ്സാണ്. ഉള്ളി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ, 300 രൂപയാണ് ഉള്ളി അഡ്മിഷൻ ഫീസ് മാത്രം. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. 2 വർഷം വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഓക്കെ, അടുത്ത LPUP നോട്ടിഫിക്കേഷൻ വരെ ആ കോഴ്സ് നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു 2 തവണ പോർഷൻ തീർത്ത് റിവിഷൻ നടന്നിരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് നമ്മൾ റിവിഷൻ വെച്ച് ആരംഭിക്കുന്നത്. HSA നാച്ചുറൽ സയൻസ് നമ്മുടെ ഓഫർ പ്രൈസ് 999 രൂപയാണ് കേട്ടോ. 999 രൂപ മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലും താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് എല്ലാ ക്ലാസ്സുകളും, ഇപ്പം RRB ആയിരുന്നു കഴിഞ്ഞാലും LPUP ആയിരുന്നു കഴിഞ്ഞാലും HSA ആയിരുന്നു കഴിഞ്ഞാലും ഏത് കോഴ്സ് ആയിരുന്നു കഴിഞ്ഞാലും എല്ലാം നമ്മുടെ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് പ്ലസ് PDF നോട്ട്സ്, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വീക്ക്ലി ഡെയിലി മോഡൽ എക്സാംസും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഡിസ്കഷൻ ഫോറംസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മെന്റർഷിപ്പ്, ഇതെല്ലാം നൽകുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ താഴെ അതിൻ്റെതായിട്ടുള്ള ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ ഇത് എത്തുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്ത് ചെയ്യുക, ലൈക്ക് കൊടുക്കുകയും നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുകയും ചെയ്യുക. ഓക്കെ, എല്ലാത്തിനും മറുപടി നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ RRB ടീച്ചറിൻ്റെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഡേറ്റ് 21 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ 21/2/2025 വരെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലൊരു മിസ്റ്റേക്ക് പലരും സംശയമായിട്ട് ചോദിച്ചിരുന്നു. എനിക്ക് MA മലയാളമുണ്ട്, B.Ed ഉണ്ട്, TET ഉണ്ട്, SET ഉണ്ട്, NET ഉണ്ട്, അതുപോലെ തന്നെ BA ഉണ്ട്, B.Ed ഉണ്ട്, ഓക്കെ, TET ഉണ്ട്, TET ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റ് ഉണ്ടോ? മലയാളം വിളിച്ചിട്ടില്ലല്ലോ കേരളത്തിൽ, അല്ലെങ്കിൽ സദേൺ റെയിൽവേ കേരളത്തിൽ പോസ്റ്റ് ഇല്ലല്ലോ. ഓക്കെ, അതല്ലേ ചെന്നൈയിലും ബാംഗ്ലൂരും മാത്രമല്ലേ സദേൺ റെയിൽവേ വിളിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നോർത്തേൺ റെയിൽവേയും വെസ്റ്റേൺ റെയിൽവേക്കല്ലേ വിളിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സംശയം ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സംശയ നിവാരണം. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളം BA MA B.Ed TET ഇല്ലെങ്കിലും CTET ഇല്ലെങ്കിലും അവർക്കെല്ലാം ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം സമയം കളയാതെ നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോൺ ക്രിമിനൽ വേണ്ടവർ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. ഒരു ദിവസം കൊണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്നാണ് അത് വാങ്ങേണ്ടത്. അത് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ഫോമിൽ 109 പേജിലായിട്ട് അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് അതും കൊണ്ട് നിങ്ങൾ താലൂക്ക് ഓഫീസിൽ പോയിട്ട് എമർജൻസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. NCL സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ അല്ലാതെയുള്ള റിസർവേഷനോ ലഭിക്കത്തില്ല. നോർമൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഈ BA B.Ed MA മലയാളം ഉള്ളവർ, TET ഉള്ളവർ, TET ഇല്ലാത്തവർ, CTET ഉള്ളവർ, CTET ഇല്ലാത്തവർ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് മലയാളം, പ്രത്യേകിച്ച് മലയാളത്തിന് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റ് പ്രൈമറി റെയിൽവേ ടീച്ചർ. അതായത് പ്രൈമറി റെയിൽവേ ടീച്ചർ 3-4 കാറ്റഗറി വിളിക്കുന്നുണ്ട്. പ്രൈമറി, അതായത് PRT റെയിൽവേ ടീച്ചർ എന്ന് പറയുന്ന സിംഗിൾ പോസ്റ്റ് ഉണ്ട്. PRT റെയിൽവേ ടീച്ചർ മലയാളമുണ്ട്, PRT റെയിൽവേ ടീച്ചർ തമിഴുണ്ട്, ഹിന്ദി ഉണ്ട്,
അതുപോലെ തന്നെ ബംഗാളി ഉണ്ട്, അങ്ങനെ ഓരോ ഭാഷയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന, മലയാളംകാർക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ് പ്രൈമറി റെയിൽവേ ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നുകിൽ +2 പഠിച്ചിരിക്കണം, TTC വേണം, 50% മാർക്ക് വേണം. രണ്ടാമത് +2 പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ TTC വേണം, 45% മാർക്ക് എന്തിനു വേണം, TTCക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നുണ്ട് +2, അതുപോലെ തന്നെ 50% മാർക്ക് B.Ed ഡിഗ്രി ഉള്ളവർക്ക് BLED പഠിച്ചവർക്കും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ +2 ഇക്വലന്റ് അറ്റ്ലീസ്റ്റ് 50% 2 ഇയർ ഡിപ്ലോമ, അത് TTC ആണ്, DLED ആണ്. ഓക്കെ, അതായത് +2 ഉണ്ട്, DLED ഉണ്ട്. ടെറ്റ് വേണമെന്നില്ല, CTET വേണമെന്നില്ല. ഓക്കെ, +2ഉം TTC ഉള്ളവർക്ക്, +2ഉം DLED ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ അതായത് BA മലയാളം, MA മലയാളം പഠിച്ചവർക്ക്, ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ അതിന്റെ കൂടെ നിങ്ങൾക്ക് B.Ed ഉണ്ടെങ്കിൽ, ടെറ്റ് വേണ്ട, B.Ed ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ 50% മാർക്ക് ഗ്രാജുവേഷനും ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ B.Edനും 50% മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ BA B.Ed മലയാളം ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ, PG ഹോൾഡർ ആണെങ്കിൽ, അതിന്റെ കൂടെ ഒരു B.Edഉം കൂടെ ഉണ്ടെങ്കിൽ ടെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് PRT അപ്ലൈ ചെയ്യാം. പ്രൈമറി ടീച്ചർ വേക്കൻസിയിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആരും അവസരം നഷ്ടപ്പെടുത്തരുത്, അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പാസ് ഇൻ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് to conducted by appropriate government in accordance with the guidance found by the NCT for the purpose competency teaching Hindi and English in medium. Relaxation of 5% education qualifying marks shall be allowed to candidates belong to the reserved category SC ST OBC. അതായത് ഈ പറഞ്ഞ 50% മാർക്ക് പറഞ്ഞതിൽ SC ST OBC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉണ്ടെങ്കിൽ അവർക്ക് 5% കുറച്ച് കിട്ടുന്നതാണ്. അതായത് റിസർവ്ഡ് കാറ്റഗറിക്ക് 45% മാർക്ക് മതി. അങ്ങനെയുള്ള BA B.Ed മലയാളം, MA M.Ed മലയാളം, B.Ed ഉണ്ട്, ടെറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ടെറ്റും കൂടെ ഉണ്ടെങ്കിൽ മലയാളംകാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പോയി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ ഒന്നുകൂടി പറയുന്നു, ക്വാളിഫിക്കേഷൻ ഒന്നുകൂടി പറയുന്നു, BA B.Ed മലയാളം +B.Ed ടെറ്റ് CTET വേണം നിർബന്ധമില്ല, ടെറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PRT പ്രൈമറി ടീച്ചറിന് മലയാളംകാർക്കും അപ്ലൈ ചെയ്യാം. മലയാളംകാരെ ആരും ഒഴിവാക്കിയിട്ടില്ല, മലയാളംകാർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ചുരുക്കം 1-2 വേക്കൻസി സ്ഥലങ്ങൾ കാണിക്കാം. ഒരുപാട് വേക്കൻസികളുണ്ട്. അത്യാവശ്യം ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. പ്രൈമറി ടീച്ചർ ഇംഗ്ലീഷ്, പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് വിളിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്രൈമറി ടീച്ചർ ഇംഗ്ലീഷിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പ്രൈമറി ടീച്ചർ ഇംഗ്ലീഷിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെയും ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, +2 മതി, DLED അല്ലെങ്കിൽ TTC മതി, 50% വേണമെന്നേ ഉള്ളൂ. SC ST OBCക്ക് 45% മതി, റിസർവ് കാറ്റഗറിക്ക് 45% മാർക്ക് മതി, ബാക്കിയുള്ളവർക്ക് 50% മാർക്ക് മതി. വെറും +2ഉം TTCയും ടെറ്റും മാത്രം മതി. പിന്നെ ഡിഗ്രി, ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ പിന്നെ പറയാനുള്ളത് വേക്കൻസീസ് ആണ്. ഇപ്പൊ ഭോപ്പാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഭോപ്പാൽ പ്രൈമറി ടീച്ചർ, ഇംഗ്ലീഷ് അല്ല, നോർമൽ മലയാളംകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രൈമറി റെയിൽവേ ടീച്ചർ PRT നോക്കിയോളൂ. 10 പോസ്റ്റ് ഉണ്ട്, 3 പോസ്റ്റ് ഉണ്ട്. പിന്നെ റിസർവ്ഡ് കാറ്റഗറിയിൽ പല വ്യത്യസ്തമായ പോസ്റ്റ് ഉണ്ട്. മൊത്തം പ്രൈമറി ടീച്ചർ അവിടെ 21 പോസ്റ്റ് ഉണ്ട്. 21 3 23 പോസ്റ്റുകൾ അവിടെ ഉണ്ട് ഭോപ്പാലില്. അതുപോലെ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് 1-2 RRB പറയുന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചെന്നൈ എടുത്തു കഴിഞ്ഞാൽ, ചെന്നൈ പ്രൈമറി റെയിൽവേ ടീച്ചർ നോക്കിയാണ്, എത്ര പോസ്റ്റ്, 5 പോസ്റ്റ്. ബാക്കി റിസർവേഷനിൽ ബാക്കിയുള്ള 9 പോസ്റ്റ് ഒക്കെ ഉണ്ട്. ടോട്ടൽ 9 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 9 പോസ്റ്റ് ഉണ്ട്. RRB ചെന്നൈയിൽ ടോട്ടൽ 9 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഈ പോസ്റ്റ് ഇത്ര 9 പോസ്റ്റ്, 10 പോസ്റ്റ്, 20 പോസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ വന്നിരിക്കുന്ന ഫിക്സേഷൻ അനുസരിച്ചുള്ള പോസ്റ്റ് ആണ്. ഇനി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 2-3 വർഷം അതിന്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പം നിലവിൽ 20 പോസ്റ്റ് എന്നുള്ളത് 40-50 ആവും, 10 പോസ്റ്റ് എന്നുള്ളത് 30-40-50 ആവും, അത് വരും. ഓക്കെ, അപ്പൊ അത് കണക്കാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എവിടെയാണ് ബിലാസ്പൂരിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രൈമറി റെയിൽവേ ടീച്ചർ
പ്രൈമറി ലെവൽ ടീച്ചർ മൊത്തം എത്രയാണ്? 24 പോസ്റ്റ് ഉണ്ട്. 24 പോസ്റ്റ്, അത് ഒരു 3 വർഷത്തിനിടയ്ക്ക് മൊത്തവും കൂടി ടോട്ടൽ 53 പോസ്റ്റാണ്. റിസർവേഷൻ കാറ്റഗറി OBCക്ക് 12 സീറ്റ്, EWSന് 6, SCക്ക് 8, ബിലാസ്പൂർ. ഇപ്പൊ മലയാളം ഉള്ളവര് ചാടി തിമിർത്ത് അപ്ലൈ ചെയ്യുക. 53 വേക്കൻസിയാണ്, 53 വേക്കൻസിയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മലയാളംകാരുണ്ടെങ്കിൽ മലയാളംകാരും മറ്റ് ഡിഗ്രിയൊക്കെ ഉള്ളവരും ടെറ്റ് ഉള്ളവരും ഒക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ സിലബസ് ഞാൻ ഓടിച്ചു ഒന്ന് പറഞ്ഞു പോകാം. സിലബസ് എല്ലാവർക്കും, എല്ലാ കാറ്റഗറിക്കും ജനറൽ ആണ്. എക്സ്പെഷ്യലി ആർക്ക്? എക്സ്പെക്ട് ജൂനിയർ ട്രാൻസ്ലേറ്റർ, എക്സെപ്റ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി, അവർക്ക് മാത്രമാണ് സിലബസിൽ ചെറിയ വേരിയേഷൻ ഉള്ളത്. ബാക്കി എല്ലാവർക്കും കോമൺ ആണ്. പ്രൊഫഷണൽ അബിലിറ്റി, ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, അതിൽ പ്രൊഫഷണൽ അബിലിറ്റിയാണ് 50 മാർക്ക്. അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്, ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള ഏരിയാസ് എല്ലാം അതിന്റെ ട്രിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള സിലബസ്. അതിന്റെ ഡീറ്റെയിലിംഗ് താഴെ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് എന്ത് പഠിക്കണം, മാത്തമാറ്റിക്സ് എന്താണ് പഠിക്കേണ്ടത്, ജനറൽ ഇന്റലിജൻസ് എന്താണ് പഠിക്കേണ്ടത്, ജനറൽ അവയർനെസ് നമ്മൾ സാധാരണ LP-UPക്ക് പഠിച്ചാണ്. കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ജിയോഗ്രഫി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഫ്രീഡം മൂവ്മെന്റ്സ്, ഇന്ത്യൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമി, ഇന്ത്യൻ എക്കണോമി, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേൾഡ്, സ്പോർട്സ്, ജനറൽ സയന്റിഫിക്, ഓക്കെ, ടെക്നോളജി ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ജനറൽ സയൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അപ് ടു 10th സ്റ്റാൻഡേർഡ് CBSE നമ്മുടെ LP-UPക്ക് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ കോമൺ സിലബസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കാനായിട്ട് ആരംഭിക്കുക. താല്പര്യമുള്ളവർ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസ് ഓൺലി 599 ആണ്. പിന്നെ നമ്മുടെ HSA കോഴ്സിൽ 999 ആണ് ഫീസ്, 999 രൂപയാണ് ഫീസ്. അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ LP-UP ലോങ് ടേം ബാച്ച് വെറും ഫ്രീ ബാച്ച് ആണ്. വെറും അഡ്മിഷൻ ഫീസ് 299 അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. അപ്പൊ ഒന്നും കൂടി പറയുന്നു, MA, BA, B.Ed, ടെറ്റ് ഉള്ള മലയാളം ഉദ്യോഗാർത്ഥികള് പോന്നോളൂ. എത്രയും പെട്ടെന്ന് NCL വേണ്ടവർ അത് വാങ്ങിച്ച് അപ്ലൈ ചെയ്തോളൂ. അത് വേണ്ടാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. നമ്മുടെ ടെൻഡേറ്റീവ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21-ാം തീയതി വരെ 3 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, ധാരാളം സമയമുണ്ട്, അപ്ലൈ ചെയ്തോളൂ. അപ്പൊ ഇത്രയും പറയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇത് കാണുന്നവര്, ഇതിലെത്തുന്നവര് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുകയും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിലൂടെ തീർച്ചയായിട്ടും അറിയുകയും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.